ത്വക്കിൽ പാടുകൾ ഉണ്ടാകുകയും അതിൽ ചുവപ്പോ കറുപ്പോ നിറത്തിലുള്ള അടയാളങ്ങൾ പ്രത്യക്ഷപ്പെടുക, അസഹ്യമായ ചൊറിച്ചിലുണ്ടാകുക, ശൽക്കങ്ങളുണ്ടാകുക എന്നിവയാണ് സോറിയാസിസിൻ്റെ പ്രധാന ലക്ഷണങ്ങളിലൊന്ന്. നമ്മുടെ ശരീരത്തിൽ സാധാരണ നടക്കുന്ന ഒരു പ്രക്രിയയാണ് പഴയ കോശങ്ങൾ നശിച്ച് പകരം പുതിയ കോശങ്ങൾ ഉണ്ടാകുക എന്നത്. ത്വക്കിലും ഇത് നടക്കുന്നുണ്ട്. സാധാരണഗതിയിൽ ത്വക്കിനടിവശത്തുള്ള കോശങ്ങൾ ത്വക്കിലെ മുകൾ ഭാഗത്തേക്കാൾ ഏകദേശം 1 മാസം സമയമെടുക്കുന്നു. എന്നാൽ സോറിയാസിസ് രോഗികളിൽ ഇത് 10 മടങ്ങ് വേഗത്തിലാണ് സംഭവിക്കുക. ഇത്തരം മൃതകോശങ്ങൾ ത്വക്കിൻ്റെ മുകൾഭാഗത്ത് പൊറ്റപിടിക്കുന്നതാണ് ശക്തമായ ചൊറിച്ചിലിന് കാരണമാകുന്നത്. ചൊറിച്ചിലുണ്ടാക്കുക എന്നർത്ഥം വരുന്ന ലാറ്റിൻ പദം സോറിയൻ എന്നതിൽ നിന്നാണ് സോറിയാസിസ് എന്ന പേര് തന്നെ ഉണ്ടായത്. വാത, പിത്ത, കഫങ്ങളാകുന്ന ത്രിദോഷങ്ങളുടെ അസന്തുലിതാവസ്ഥയാണ് ഏത് രോഗത്തിൻ്റെയും അടിസ്ഥാന കാരണം എന്ന് ആയുർവേദം വിശ്വസിക്കുന്നു. വിരുദ്ധങ്ങളാകുന്ന പാല്, മീന് പോലുള്ള ഭക്ഷ്യവസ്തുക്കൾ ഒരുമിച്ച് കഴിക്കുന്നത് സോറിയാസിസ് തുടങ്ങിയ രോഗങ്ങൾ രൂക്ഷമാകാൻ കാരണമാകുന്നതായി ബോധ്യപ്പെട്ടിട്ടുണ്ട്. കടുത്ത മാനസിക സംഘർഷങ്ങളും ഈ രോഗം വർദ്ധിക്കാൻ കാരണമാകും. അതുകൊണ്ട് ശാരീരികവും മാനസികവുമായ പഥ്യക്രമങ്ങളോടെ ഉപയോഗപ്പെടുത്തുന്ന ആയുർവേദ ഔഷധങ്ങൾക്ക് സോറിയാസിസിൻ്റെ ശമനകാര്യത്തിൽ നിർണായക പങ്കുവഹിക്കാൻ കഴിയുന്നുണ്ട്. സന്ധികൾതോറും നീരും കടുത്ത വേദനയുമാണിതിൻ്റെ മുഖ്യ ലക്ഷണങ്ങൾ. അംഗവൈകല്യം വരെ സംഭവിക്കാവുന്ന ഈ ഘട്ടം പോലും ആയുർവേദ ചികിത്സ കൊണ്ട് തരണം ചെയ്യാവുന്നതാണ്. ഈ രോഗത്തിൻ്റെ ഓരോ ഘട്ടത്തിലും ലക്ഷണങ്ങളുടെ വ്യത്യാസത്തിൽ നിന്ന് ദോഷാധിക്യം ഒരു ചികിത്സകന് മനസ്സിലാക്കാൻ കഴിയും. ചികിത്സിച്ച് സുഖപ്പെടുത്താൻ പറ്റാത്ത രോഗമെന്ന് കരുതപ്പെട്ടിട്ടുള്ള സോറിയാസിസിന് ആയുർവേദത്തിൽ ചികിത്സ ഫലപ്രദമാവുന്നുണ്ട്. അനുയോജ്യമായ പഥ്യക്രമത്തോടെ രക്തത്തിൻ്റെ ഗുണത്തിലും അളവിലും വേണ്ട ക്രമീകരണങ്ങൾ വരുത്താൻ ശക്തിയുള്ള പാർശ്വഫലങ്ങളില്ലാത്ത ഔഷധങ്ങൾ ഉപയോഗപ്പെടുത്താൻ കഴിയുന്നതുകൊണ്ടാണ്. ശരീരത്തിലുണ്ടാവുന്ന കലകൾ സൃഷ്ടിക്കുന്ന വൈരൂപ്യവും രോഗം മറ്റുള്ളവരിലേക്ക് പകരുമെന്ന തെറ്റിദ്ധാരണയും മൂലം കുടുംബാംഗങ്ങൾ പോലും രോഗിയെ അകറ്റി നിർത്താൻ ശ്രദ്ധിക്കുന്നത് കടുത്ത മാനസിക ആഘാതം അയാളിൽ വരുത്തിവെക്കും. രോഗത്തെക്കുറിച്ചുള്ള കടുത്ത ഉത്കണ്ഠയും ആകാംക്ഷയും തന്നെ രോഗത്തിൻ്റെ പൂർണ്ണ ശമനത്തിന് പ്രതിബദ്ധം സൃഷ്ടിക്കാം. അതുകൊണ്ട് തന്നെ പ്രസന്നവും സംഘർഷരഹിതവുമായ മനസ്സ് കാത്തുസൂക്ഷിക്കേണ്ടത് ചികിത്സാ വിജയത്തിന് അനിവാര്യമാകുന്നു. സോറിയാസിസ് ബാധിച്ച് വളരെ പഴകിയ ശേഷം ചികിത്സ ആരംഭിക്കുന്നതും സ്റ്റിറോയിഡ് പോലുള്ള മരുന്നുകൾ അമിതമായി കഴിച്ച് ശരീരത്തിന് ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടായ ശേഷം ചികിത്സ നടത്തുന്നത് പൂർണ്ണ ശമനത്തിന് വിഘ്നം വരുത്തിയേക്കാം. ത്വക്കിന് സംഭവിച്ചിട്ടുള്ള പൊള്ളലുകൾ പോലുള്ള ക്ഷതങ്ങൾ, സൂര്യാഘാതം, അമിത മദ്യപാനം തുടങ്ങിയവ സോറിയാസിസിൻ്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്ന ഘടകങ്ങളിലൊന്നാണ്.